ഹായ് അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായി ഗൈസ്, സുഖന്നല്ലേ എല്ലാവർക്കും? പിന്നെ നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്ന കഴിഞ്ഞ് നമുക്ക് കാലത്തെയും ഉച്ചക്കും ജാവെല്ലാം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ സാക്കി നോമ്പെല്ലാം ഉണ്ട്. സാക്കി നോമ്പ് പിടിക്കാൻ പറ്റിയിട്ട് കഴിയുന്നില്ല എന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്കാം. പിന്നെ ഇത് സാക്കി നോമ്പ് എല്ലാ കൊല്ലവും പിടിക്കുന്നത് കഴിയുന്നില്ലായിട്ട് പിടിച്ചിട്ട് കാലത്ത് നല്ല ഊന്നിട്ടിട്ട് കലത്തപ്പ അടുപ്പിലാക്കി അടിക്കുമ്പോഴേക്ക് തീയിട്ടിട്ട് പണ്ടത്തെ കലത്തപ്പ എത്ര കൊല്ലമായ ഇതാക്കാത്ത. അത് കഴിഞ്ഞിട്ട് വതിയോട് പോയിട്ട് മീനെല്ലാം കൊണ്ടുവന്നു. മീൻ, മാങ്ങ, ചീര എല്ലാം കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ അടുപ്പിൽ ചോറും വെച്ച്. ഇപ്പം ഗ്യാസിന് ഭയങ്കര ക്ഷാമല്ലേ, അങ്ങനെ അടുപ്പിൽ തന്നെ കുറച്ചാക്കുന്നത്. മീൻ ഞങ്ങൾ പോകുമ്പോൾ ലേട്ടായി, അങ്ങനെ മീനെ കിട്ടിയിട്ട, ചെറിയ മീൻ കിട്ടി. ഇത് ചെറിയ കറ്റില, പിന്നെ ഇത് മുള്ളാൻ, ഇത് വെള്ളിച്ചേര്, നല്ല 3 വക മീൻ കിട്ടി. അതിനെ കൊണ്ടിട്ട് എല്ലാം മുറിച്ച് ക്ലീനാക്കി കുറച്ച് കറി വെച്ച് നല്ല മാങ്ങ ഇട്ട ചാറാക്കി, വെള്ളിച്ചേറ് ചാറാക്കി, പിന്നെ കുറച്ച് മുള്ളനും കറ്റിലും കായ്ച്ച് അങ്ങനെ ചോറായ അടുപ്പിൽ തന്നെ വെച്ച് നല്ല മാങ്ങ ഇട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടായെന്നറിയാം. പിന്നെ അത് തിളക്കുമ്പോൾക്ക് 4 ഗാന്ധാരി ഇടും. ഗാന്ധാരി ഒന്നും തണുക്കാന്നില്ല മൂത്രമൊക്കെ അടിച്ചതിന്. പിന്നെ എന്തൊക്കെ അതിലിട്ട് ടേസ്റ്റാണ്. അതിന് അതിലിട്ട് അങ്ങനെ കായം തളിച്ച് മീനിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. കറിച്ചപ്പെല്ലാം ഇട്ടിട്ടുണ്ട്, മല്ലിച്ചപ്പിട്ടാൽ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ കുറച്ച് മീനെടുത്തിട്ട് മുളകിൽ പരട്ടിയിട്ട് കായ്ക്കുന്നത്. അങ്ങനെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ കുറച്ച് വെച്ചിട്ട് മീൻ ഫ്രൈ ആക്കാൻ ഇട്ട് അടുപ്പിൽ കായ്ച്ചാൽ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ്. ഗ്യാസിലാക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെ, അടുപ്പിലാക്കുന്ന ഒരു ടേസ്റ്റ് വേറെ. രുചിയാറ് അടുപ്പിലാക്കുന്നതിൽ. പിന്നെ ചീനച്ചട്ടി കായ്ച്ചെങ്കിൽ പിന്നെ അതിൻ്റെ രുചി വേറെ തന്നെ, അത്രക്കും ടേസ്റ്റ്. ഇരുമ്പ് ചട്ടിയിൽ എന്ത് കായ്ച്ചാൽ നല്ല ടേസ്റ്റ്. നമ്മൾ നോൺ സ്റ്റിക്കിൽ കഴിച്ചാൽ അത്ര വലിയ ടേസ്റ്റ് കിട്ടുന്നില്ല നമുക്ക്. പിന്നെ പെരുന്നാളിൻ്റെ വീഡിയോ എല്ലാം ഇടാനുണ്ട്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ടത്. പിന്നെ ചീര വറവാക്കാൻ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ച്, ചട്ടി ചൂടാകുമ്പോൾ എണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് ചീരച്ചപ്പും പിന്നെ പച്ചമുളക്, ഇതിൽ സിമ്പിൾ പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വേഗം വെച്ച് വെന്തതിന് തേങ്ങയും വെള്ളുള്ളിയും ചതച്ചിട്ട് വെള്ളുള്ളി ഇടുന്നു. ചീര കുറച്ച് വേകുമ്പോഴേക്ക് വെള്ളുള്ളിയും തേങ്ങയും ഇടും. തേങ്ങ ഇങ്ങനെ ചതച്ചിട്ടില്ലേ, ഈ വെള്ളുള്ളി ഇങ്ങനെ കുത്തിയിട്ട് കയ്യിൽ ഞൗണ്ടിയിട്ട് തിന്ന എന്തോ ഒരു ടേസ്റ്റ്. മിക്സാക്കണം, എന്തോ ഒരു ടേസ്റ്റാണത്. മണമാണ് വെള്ളുള്ളിൻ്റെ മണം, നല്ല വറുത്ത കറിക്ക് എന്തോ ഒരു ടേസ്റ്റാണ്. പിന്നെ കറിയെല്ലാം റെഡിയായി.
മീനിൻ്റെ ചാറുമായി, മീൻ കായ്ച്ചതുമായി, ചോറുമായി, ചീരൻ്റെ വറുത്ത കറിയുമായി എല്ലാം നല്ല റെഡിയായിട്ട് പുറത്ത് നമ്മളെ കാറ്ററിംഗ് ഉണ്ടല്ലേ, അവിടെ തന്നെ ഒരു ഡ്രൈവറിൻ്റെ ടേബിളുണ്ട്. അവിടെ തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ല, എനിക്കും ഫാത്തിമക്ക് ഇഷ്ടം. ഫാത്തിമ ഇപ്പം ഇല്ല, ആരുമില്ല, ഫാത്തിമ ഇല്ല, ഐഷു ഇല്ല, നെയ്മ് പണിക്കും അതിന് ഒറ്റക്കുള്ളത്. അങ്ങനെ നെയ്മ് മാത്രം ഇഷ്ടമില്ല ഇവിടെ വയ്ക്കുന്നത്, ഞങ്ങൾക്കെല്ലാം ഇഷ്ടം ഇവിടെ വയ്ക്കുന്നത്. ഞാനവിടെ ഇരുന്നിട്ട് വെച്ച് എല്ലാം അടുപ്പിലാക്കി, പിന്നെ എല്ലാം ഉള്ളിലെല്ലാം മയ്യെല്ലാം അതിനവിടെ തന്നെ വെച്ചിട്ട് അവിടെ തന്നെ എല്ലാം ചട്ടീനെ കതിച്ച് വെച്ചിട്ട് ഉള്ളിൽ പോയി. നല്ല മാങ്ങ ഇട്ടുകൊണ്ടില്ലേ, ഭയങ്കര ടേസ്റ്റ്. മാങ്ങ കറിക്കിട്ട് ഏതോ ഒരു സൂപ്പർ. ഈ ബട്ടൻ്റെ കഥ പറയാമെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ തന്നെ വീഡിയോ എടുക്കുക. ഇത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു. ഞാൻ ചെറുപ്പത്തിൽ ഇത് ഈ വട്ട അല്ലാത്ത എനിക്ക് വേറെ വട്ട ആവേയില്ല ബേക്കാൻ. കുറച്ച് തയറ് എപ്പോഴും എനിക്ക് വേണോ, ഇല്ല തയറില്ലെങ്കിൽ ചോറ് വയ്ക്കാനില്ല. ഈ ബട്ടൻ്റെ സ്റ്റോറി കുറേ പറയാനുണ്ട്, ഇതിൻ്റെ കഥ കുറേ ഉണ്ട്. ചെറിയ 2 ബട്ടുണ്ട് എൻ്റെ ബാപ്പ കപ്പലിന് വന്നത്. ഒന്ന് എൻ്റെ അനിയത്തിൻ്റെ എൻ്റെതും, ഇല്ലെങ്കിൽ അവൾക്ക് വേറെ എടുത്താൽ ഞാൻ തല്ലാക്കും, ഞങ്ങൾക്ക് വേറെ നാവ് തല്ലാക്കും. വേറെ ഇഷ്ടംപോലെ വട്ടമുണ്ട്. ഇത് 2 വട്ടം ഞങ്ങൾ 2 ആൾ എടുത്തിട്ട് ഈ 2 വട്ടം ഇപ്പം ഇതിൽ ബെയ്ക്കാൻ. അപ്പം ഇത് തന്നെയാണ് ചെറിയിരിക്കാൻ. ഈ വട്ടല്ല വേറെ വട്ടൽ ബെയ്ക്കാല. ഇപ്പോൾ ഈ പ്ലേറ്റാന്നേല ഇപ്പോൾ വയ്ക്കുന്ന. ഞാൻ ഫസ്റ്റ് വെച്ചത് നമുക്ക് വയ്ക്കാനേ കഴിയുന്നില്ല. എൻ്റെ പ്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പല്ല കുറേ ഉമ്മ ഇരിക്കും. ഉമ്മ ഇപ്പം ഇല്ലല്ലേ, ഉമ്മ നാട്ടിലില്ലല്ലോ, ഉമ്മ കാനഡയിലുണ്ടത്. ഇപ്പം ഉമ്മനെ വല്ലാത്ത മിസ്സാണ്. ഉമ്മക്ക് വെള്ളിച്ചേരുന്ന മീൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മക്ക്. ഈ മീൻ്റെ കറിയെല്ലാം കൂട്ടാൻ എൻ്റെ ഉമ്മനെ മിസ്സാണ്. എൻ്റെ ഉമ്മാൻ്റെ ഈ ബട്ടൻ്റെ എല്ലാവരും കഥ പറഞ്ഞിട്ട് ഒരു വ്ളോഗാക്കാൻ നെക്സ്റ്റ് നമ്മളെ പെരുന്നാളിൻ്റെ വീഡിയോ വരുന്ന അടുത്ത ഇൻഷാ അല്ലാഹ്. ഓക്കെ.